ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇവിടെ ഇത് മാത്രമല്ല, വേറെയും കുറച്ച് മിണ്ടാപ്രാണികളും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോന്നായിട്ട് ഇനിയുള്ള വീഡിയോസിൽ കാണിക്കാം. വൈകുന്നേരത്ത് ചായ കുടിക്കാനായിട്ട് അടുക്കളയിൽ പോയപ്പോൾ മാഗി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ അതും കൂടി അങ്ങാക്കി കഴിക്കാമെന്ന് കരുതി. അപ്പോഴേക്കും ഉറങ്ങിക്കിടന്ന ആൾ എഴുന്നേറ്റ് വരുന്നു. ഡിന്നറിന് പുട്ടാണ് ആക്കാമെന്ന് വിചാരിച്ചേ. ഇവിടെ പിന്നെ പുട്ടുപൊടിയൊക്കെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ചൊക്കെ വെക്കുന്നതാണ്. അങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിക്കൽ വളരെ കുറവാണ്. അമ്മ ഇങ്ങനെ പുട്ടുപൊടിയും ഗോതമ്പിൻ്റെ പൊടിയൊക്കെ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ആക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഈ ചപ്പാത്തിയുടെ മാവ് തേങ്ങ ഒക്കെ എടുത്ത് വെച്ചേക്കുന്ന കണ്ടാൽ എവിടെ നിന്നെങ്കിലും ഓടി വരും. അതിൽ നിന്ന് ഇച്ചിരി എടുക്കണം കളിക്കാനും മൊത്തം വാരിയിടാനായിട്ട്. അത് കാണാതെ വേണം നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട്. അങ്ങനെ ഇന്നും തേങ്ങ എടുത്ത് വെച്ചപ്പോഴത്തേക്കും പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് ഓടി വന്നു. എങ്ങനെ മനസ്സിലാവുന്നതെന്നാണ് അറിയാൻ വയ്യാത്ത. അങ്ങനെ ഡിന്നറിൻ്റെ പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ രാവിലെ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് മോളെയും കൊണ്ട് പെട്ടെന്ന് ഉറക്കി കിടത്തിയിട്ടാണ് ബാക്കി എനിക്ക് ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് പെൻഡിങ് വർക്ക്സൊക്കെ ചെയ്തു തീർത്തത്. അങ്ങനെ കഴിഞ്ഞു.